ഞങ്ങളുടെ ലീലാവതി ബിൽഡിങ്ങിൽ എന്തിനാ കക്കാൻ വന്നേ? അത് ചേട്ടാ കള്ളനൊന്നും സെക്രട്ടറി പ്രേമവാ വിളിച്ചിറക്കിക്കൊണ്ട് വരണം. കെട്ടയുടെ മോളുമായിട്ട് ഇവന് പ്രണയം, പണി കൊടുക്കാൻ പറ്റിയ അടിപൊളി നിമിഷം. എടാ മോനെ, ആഹാ മോനെ നീക്കോ പുണ്യാളനാടാ എന്റെ കുഞ്ഞിനെ എനിക്ക് കൊണ്ട തന്നെ. അങ്ങേറെ ഫ്ലാറ്റിന്റെ താക്കോല് ടോൾബി പോയി വിളിച്ചിറക്കൊണ്ട് വാടാ മോനെ. കള്ളപ്പന്നി സെക്രട്ടറി എന്നോട് എന്തൊക്കെ കാണിച്ചുള്ള അറിയോ? എല്ലാത്തിനും ദൈവം കൊടുത്ത ശിക്ഷയാണ്. മക്കളെ, അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ സെക്യൂരിറ്റി. അപ്പൊ ജോയിൻ ചെയ്യല്ലയോ? പ്രാരാബ്ദം, കടം, ലോണ്, കുറെ ബാധ്യതയുണ്ട്. ആ ജോയിൻ ചെയ്യുക. ഈ മാസം ഇത് എത്രാമത്തെയാ? എത്ര നാള് കാണുവോ ആവോ. ഞാൻ കുറച്ച് നാളായിട്ട് എന്റെ പുറകെ നടക്കുവോ, ഞാൻ എന്തോ ചെയ്യണം? ഞാനും കുറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനേ ചോദിച്ചു നോക്കാം. ഇവിടെ വളരെ ചെറിയ പണികളെ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് 24 hours ആണ് വർക്കിംഗ് ടൈം. അപ്പൊ സാലറി 10 പറഞ്ഞത് ഇരട്ടിയായിരിക്കും ഇല്ലയോ? നോ അത് 24 മണിക്കൂറത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുഞ്ഞു കുഞ്ഞു പണികളെ ഉള്ളെന്ന്. എടാ സെക്യൂരിറ്റി, കറണ്ട് പോയി, ജനറേറ്റർ ഓണാക്ക്. എടാ മോനെ, പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് ആ ബില്ല് ഒന്ന് അടച്ചേക്കണേ. അല്ല, അപ്പുറത്തെ മീനാണ്ടിയുടെ പച്ചക്കറി എമർജൻസി അല്ല, ഇതാദ്യം അടയ്ക്കുക. നീ കറണ്ട് ബില്ല് അടച്ചായിരുന്നു? ആ, ഓൺലൈനിൽ അടച്ചായിരുന്നു. നിന്നോട് ഞാൻ പോയി അടയ്ക്കാനല്ലോ പറഞ്ഞേ. ഞാൻ പറയുന്നത് അതുപോലെ മര്യാദ ചെയ്യണം. അടുത്ത മീറ്റിംഗ് വരട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാം. 10 നില ഫ്ലാറ്റ്. ഇവിടെയുള്ള വീട്ടുകാരെല്ലാം വീട്ടു ജോലി മൊത്തം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. പണ്ടൊക്കെ താഴോട്ട് കയറി ഇറങ്ങി കാലും വയ്യ. ഏതോ വന്നാലും ഈ ഫ്ലാറ്റിനുള്ളിലോട്ട് കയറ്റി പോയേക്കരുത്. ഏത് റൂമിലാണ് ഡെലിവറി വന്നേ ആ റൂമിലോട്ട് ആ സാധനം മേടിച്ച് നീ തന്നെ കൊണ്ടു തരണം. ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. എടാ, എന്തുവാണ് ഇവിടുത്തെ ലിഫ്റ്റ് വർക്ക് ആവില്ലയോ? കംപ്ലൈന്റ് സാറേ. താനൊക്കെ പിടി എന്തെങ്കിലും സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് നടക്കുവാ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പിന്നെ ഇവിടുത്തെ സെക്രട്ടറി നിന്റെ എന്തോ ഇല്ലയോ? അല്ല എന്റെ എന്തോ ഇല്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും ഇല്ല പറഞ്ഞു. എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക് ആരെയും വിളിച്ച്. ഓ പിന്നെ എനിക്കൊന്നും പോയി. പത്താം നേടെ മണ്ട കയറി നടു ഒടിഞ്ഞ്. എന്നാലും കുഴപ്പമില്ല. എവിടെ പോന്നു? ടോൾബിയിലെ കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി. ആ വെള്ളം ഞാൻ കൊടുത്തോളാം. താങ്കൾ ആരാ? ഞാനൊരു വേണ്ടപ്പെട്ട ആളാ. ടോൾബിയിലെയോ? ആ. എവിടെ പോവാ? ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോവാ. പാഴ്സലൊക്കെ എന്താ വെച്ചാലേ ഞാൻ കൊടുത്തോളാം കേട്ടോ. നീ തന്നേ. അല്ല ചേട്ടാ, 9ാമത്തെ നിലയിലായിരുന്നു. ഞാൻ കൊടുത്തോളാം. 9,000 10,000 ഞാൻ കൊടുത്തോളാം. അയാൾ എന്താന്ന് വെച്ചാ ചേട്ടാ. അയ്യോ, ലിഫ്റ്റ് കേടാണല്ലോ. അപ്പൊ ഈ 10 നിലയും ഞാൻ നടന്നു തന്നെ കയറണോ? കയറി ഇറങ്ങി നടുവൊടിഞ്ഞ്. ചേട്ടാ, ഒരു പാഴ്സലും കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും വയ്യ, വേണമെങ്കിൽ നീ കൊണ്ട കൊടുക്ക്. ഇതില് ആദ്യം പറഞ്ഞേ. എടാ, ലിഫ്റ്റ് കംപ്ലൈന്റാ, നടന്നു നോക്കോ. എന്തുവാടാ പോയപ്പോ ഇത്ര സന്തോഷമില്ലായിരുന്നല്ലോ, എന്തോ പറ്റി? ചേട്ടാ, അവർ 500 രൂപ ടിപ്പ് തന്നെ ചേട്ടാ. 500 രൂപ ടിപ്പോ? ചേട്ടനെ കിട്ടാറില്ലേ? എനിക്ക് തന്തയ്ക്ക് വിളി മാത്രമേ കിട്ടാറുള്ളൂ. അല്ല, നീ ഇത്ര സ്റ്റെപ്പ് കയറിട്ടെ, എന്താ വിയർക്കാത്ത? ലിഫ്റ്റ് ശരിയാണല്ലോ, ഞാൻ ലിഫ്റ്റ് വഴി കയറി അങ്ങ് ചെന്ന്. അറിഞ്ഞില്ല, ആരും പറഞ്ഞു തന്നില്ല. അപ്പോ അണ്ണൻ പേടിക്കണ്ട, അണ്ണന് ഉടനടി കിട്ടിയിരിക്കും കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞില്ലോടാ, കണ്ടോമാരൊന്നും ഫ്ലാറ്റിനകത്ത് കയറ്റിവിടല്ലെന്ന്. ഇനി ഇങ്ങനെ കാണാൻ ചെയ്താൽ നിന്നെ ഞാൻ പറഞ്ഞു വിടും. നീ ഒട്ടും പ്രതീക്ഷിക്കണ്ട, നിന്നെ എവിടെ പട്ടിയെ പോലെ ഞാൻ പണി അടുപ്പിക്കും. അവിടേക്ക് എവിടെ പോവാ? 9C. അത് ലക്ഷ്മി ചേച്ചിയുടെ ഫ്ലാറ്റ് അല്ലേ? ആ പോ. എന്താണ് സാറേ, സാറിന്റെ ഫ്ലാറ്റ് ഇല്ലയോ 9C? സാറ് ഭാര്യയായിട്ട് താമസിക്കുന്നേ ലക്ഷ്മി ചേച്ചി. അവിടെ ആണെങ്കിലേ ഇടയ്ക്ക് ഒരുത്തം വന്നു പോകുന്നുണ്ട്.
ഒരു 3-4 മാസം കൂടി ഇരിക്കുമ്പോഴാണ് വരുന്നത്. അല്ല അതൊരു കണ്ണാടി വെച്ച് താടിയൊക്കെ ഉള്ള ഒരുത്തനല്ലേ? കറച്ച് അവൻ തന്നെ. സംശയം ഉണ്ടായിരുന്നില്ലേ? എടാ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, ശരിക്കും അവളുടെ ഭർത്താവ് അതാ. ദൂരെയാ ജോലി. ഞാനാ ശരിക്കും ജാരൻ, ഡെയിലി വരുന്ന. ആരോടും പറയില്ല കേട്ടോ. ഇപ്പൊ അവനവിടെ ഉണ്ടോ? ഉണ്ട്. ഞാൻ പിന്നെ വരാം. പറയല്ലേ? ഇല്ല. എല്ലാത്തിനും ദൈവം കൊടുത്ത ശിക്ഷ. കുറച്ച് നാളായിട്ട് എന്റെ പുറകെ നടക്കോ, ഞാൻ എന്താ ചെയ്യണം? ഞാനും കുറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനേ ചോദിച്ചു നോക്കാം. നിന്നെ കിട്ടത്തില്ലെന്നറിഞ്ഞപ്പോളെ ഞാനൊരു ഫുള്ളങ്ങ് കയറി അടിച്ച്. ആ അടിച്ച കിക്കിലുണ്ടല്ലോ എനിക്ക് ചാവാനുള്ള ധൈര്യം വന്നു. എന്നിട്ടോ? അപ്പൊ ഞാൻ വേറെ ഫുള്ളിനത് മുഴുവൻ വിഷം അങ്ങ് കലക്കി. അപ്പൊ എവിടുന്നോ ദൈവദൂതനെ പോലൊരു സെക്യൂരിറ്റി ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ടോ? നിന്റെ ഫ്ലാറ്റിന്റെ താക്കോൽ എൻ്റെ കൈ തന്നിട്ട് നിന്നെ കയറി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഓ, അയാൾ ഉള്ളോണ്ട് നമ്മളിപ്പോ വീണ്ടും ഒന്നിച്ചത്. വാ നമുക്ക് പോവാം. അത് സത്യമാ. അയ്യോ, എന്നിട്ട് ആ കുപ്പി കുടിച്ചോ? ഞാൻ കുടിച്ചില്ല, പിന്നെ ആര് കുടിച്ചു? അതെന്തല്ലോ അച്ഛൻ ഇത്രയും പെട്ടെന്ന് ഞങ്ങളെ അംഗീകരിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു മാസമായിട്ട് ആശുപത്രി വെന്റിലേറ്ററിലായിരുന്നു. പൈസ കൊടുക്കാനില്ലെന്ന് പറഞ്ഞപ്പം ആശുപത്രിക്കാരെടുത്ത് വെളിയിലിട്ട്. ഇപ്പൊ ഞാൻ കൊണ്ട് ഇവിടെ വെച്ചതാ. ഇവനെ കൊണ്ട് ഇനി വല്ല ഗുണമുണ്ടോടാ? അങ്ങേര് ജോലിക്കെടുത്തില്ലെങ്കിൽ ഇവനെ ജോലിക്കെടുക്കും. കാരണം ഇവരെ ഒന്നിപ്പിക്കാൻ കാരണമായത് ഞാനാണല്ലോ. അച്ഛൻ നമുക്കിനി ഇങ്ങനെ വേണ്ട. കൈയും കാലും തളർന്ന് ഇങ്ങനെ കൊണ്ട് ഇനി എന്തോ ചെയ്യാൻ പറ്റും? നല്ല ഓടയിലും കൊണ്ടുപോയി തട്ടച്ച, അല്ലെങ്കിൽ നമ്മുടെ തലയിലാവത്തേ ഉള്ളൂ ഇതൊക്കെ. അസോസിയേഷന്റെ തീരുമാനം പിരിവിട്ടവനെ അങ്ങ് രക്ഷപ്പെടുത്താതായിരുന്നു. ഇനിയിപ്പോ എന്തായാലും നീ പറഞ്ഞാ ശരി. ശരിയാ അച്ഛാ.